VDS ക്യാബിനറ്റിൽ അങ്ങേക്ക് റവന്യൂ വകുപ്പാണ് കിട്ടിയത്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ പ്രതീക്ഷിച്ച വകുപ്പ് തന്നെ ആണോ കിട്ടിയത്? അല്ല, വകുപ്പുകളൊക്കെ പൊതുവായ പല രീതിയിലുള്ള തീരുമാനങ്ങളാണ്. അപ്പോൾ ഏത് വകുപ്പ് കിട്ടിക്കഴിഞ്ഞാലും അതിനകത്ത് ആ വകുപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന വകുപ്പ് കിട്ടണം എന്നുള്ള നിർബന്ധം ആരും പിടിക്കാറില്ല. അത് പാർട്ടിയും തീരുമാനിക്കും, മുഖ്യമന്ത്രിയും കൂടിയിരുന്ന് ആലോചിച്ചാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളത്. ഞാൻ 2 തവണ മന്ത്രിയായിരുന്നപ്പോഴും എനിക്ക് കിട്ടിയ വകുപ്പുകൾ പരമാവധി നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പ് കുറേ കൂടി ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ള വകുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് കഴിഞ്ഞ കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നന്നായി ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. എന്നാലും ടൂറിസം സാംസ്കാരിക വകുപ്പ് അതിനോടൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഞാൻ 2004 എനിക്ക് SC/ST ബാക്ക്വേർഡ്, സാംസ്കാരികം, യുവജനക്ഷേമ വകുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. 2011 വന്നപ്പോൾ SC/ST ബാക്ക്വേർഡ്, ടൂറിസം വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ വകുപ്പിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഈ 2 വകുപ്പുകൾ ഞാൻ കൈകാര്യം ചെയ്തതാണ്. അതുകൊണ്ട് വേറൊരു വകുപ്പ് എന്ന് പറയുമ്പോൾ പുതിയൊരു അനുഭവം ഉണ്ടാവുകയാണ്, പുതിയൊരു എക്സ്പീരിയൻസാണ്. കുറേ കൂടി വിശാലമായിട്ടുള്ള കാര്യങ്ങൾ ഈ വകുപ്പിന് കീഴിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് കിട്ടും. ആ അർത്ഥത്തിൽ എനിക്കിത് നന്നായിട്ട് തോന്നുന്നു. മലയോര മേഖലകളിലൊക്കെ തന്നെയും കാലവർഷക്കാലത്തടക്കം അവർ വലിയ ദുരിതമാണ് അനുഭവിക്കുകയും ചെയ്യുന്ന അത്തരത്തിൽ ലയങ്ങളിൽ താമസിക്കുന്നവരെ കൃത്യമായി പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള നടപടികൾ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കണ്ടെത്തി കൊടുക്കാവുന്നു. നിലവിൽ ഭൂമി ഉള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമിക്ക് ആവശ്യമായ പേപ്പറുകൾ, പട്ടയം ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് രേഖകളില്ലാത്ത സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഭൂമി ഉണ്ടെങ്കിലും ഭൂമിയുടെ അവകാശം അവർക്ക് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വീട് വയ്ക്കാൻ, അപ്പോൾ 5 സെൻറ്റോ 10 സെൻറ്റോ സ്ഥലം ഉണ്ടാവും. അത് കരഭൂമി ആവില്ല, നിലമാവും, വയലാവും. പക്ഷേ അവർക്ക് വീട് വയ്ക്കാൻ വേറെ ഇടങ്ങളില്ല. അതുകൊണ്ട് അത്തരം ഭൂമി തരം മാറ്റി കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവൻ്റെ കാര്യത്തിൽ ഒരു പക്ഷം ചേർന്നുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും റവന്യൂ വകുപ്പിനുണ്ടാവുക. പക്ഷേ ഏറ്റവും നമ്മൾ പറയാറുണ്ട്, യാതൊരു പക്ഷവും കൂടാതെ പ്രവർത്തിക്കുന്നു. പക്ഷേ ഞാനിവിടെ പറയുന്നു, ഒരു പക്ഷം ചേർന്നുകൊണ്ടായിരിക്കും റവന്യൂ വകുപ്പ് പ്രവർത്തിക്കുക. അത് പാവപ്പെട്ടവൻ്റെ പക്ഷമായിരിക്കും. വിവാദ കയ്യേറ്റ ഭൂമികളിലടക്കം നടത്തുന്ന അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ അനധികൃതമായി സർക്കാരിൽ നിന്ന് ഭൂമി പോക്കുവരവ് ചെയ്ത് മറ്റ് സ്വകാര്യ വ്യക്തികളടക്കം തട്ടിയെടുക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിലുള്ളത് കൂടിയാണ്. ഇത്തരക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഭൂമി പൊതുഭൂമിയാണ്. അതാരെങ്കിലും തട്ടിയെടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അതുപോലെ ഭൂമിയുടെ മേൽ അവകാശമുള്ളവർക്കും അത് നൽകുന്നതോടൊപ്പം തന്നെ ഗവൺമെൻറ് ലാൻഡ് കൈവശം വെച്ചിരിക്കുന്ന ആരായാലും ശരി, അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ജനം 100 മാർക്ക് നൽകുകയാണ്. ഇതൊരു PR ആണെന്ന് മറ്റു ചിലർ അവകാശപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, അത്തരം രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒരു ഗവൺമെൻറ് വന്നു, ആ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ, അതൊക്കെ വിലയിരുത്തുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാകുക എന്ത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും 1 മാസമാകുന്നേ ഉള്ളൂ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട്. 1 മാസം തികയുന്നില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ റിസൾട്ട് എന്താണ്, ചെയ്ത കാര്യങ്ങൾ അത് ഓരോന്നായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാണ്. ജനങ്ങൾ മാർക്കിടട്ടെ. VDS ക്യാബിനറ്റിൽ അങ്ങയുടെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വൻ വിവാദമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ ഈ ബെന്നി തോമസ് എന്ന് പറയുന്ന ആ വ്യക്തി തന്നെ കൃത്യമായി രാജിക്കത്ത് CM-ന് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ബന്ധു നിയമനത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ്സിന് പഴി കേൾക്കേണ്ടി വന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്, തിരുത്തേണ്ട സാഹചര്യമുണ്ടായി, അങ്ങനെ തിരുത്തി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അപ്പോഴും ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു കേൾക്കുകയും ചെയ്യുകയാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം? ബന്ധു നിയമനങ്ങൾക്കെതിരാണ് കേരളത്തിലെ ജനങ്ങൾ. പക്ഷേ ആ ബന്ധു നിയമനങ്ങളുടെ സ്വഭാവം പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാനിത് ന്യായീകരിക്കുകയല്ല. കഴിഞ്ഞ കാലത്തെ ഗവൺമെൻറ്റിൻ്റെ ബന്ധു നിയമനവും ഈ ഗവൺമെൻറ്റിൽ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ബന്ധു നിയമനവും തമ്മിലുള്ള വ്യത്യാസം, ശ്രീ ബെന്നി വളരെ ചെറുപ്പം മുതൽ KSUയിലൂടെ കടന്നു വന്ന് യൂത്ത് കോൺഗ്രസ്സിൽ വന്ന് കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവാണ്. മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ച ആളാണ്. മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വളരെയേറെ പാരമ്പര്യമുള്ള ഒരാൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ
നിർദ്ദേശം ഉള്ള ഒരാൾ, അങ്ങനെ ഒരാളെയാണ് ബന്ധു ആണെങ്കിൽ പോലും ഇന്ന് പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചത്. അപ്പോൾ മറ്റ് കഴിഞ്ഞ കാലങ്ങളിലും അങ്ങനെയല്ല, യാതൊരു പശ്ചാത്തലവും ഇല്ലാത്ത ആളുകളാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്നിട്ട് പോലും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു 100% അദ്ദേഹം ഈ ഒരു പോസ്റ്റിന് അർഹനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ ഒരു പൊതുവികാരം അതിനെതിരായിട്ട് വരുന്നു. വ്യത്യസ്ത ഭാഗങ്ങളിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് ശരിയായില്ല എന്ന് പറയുമ്പോഴും അതിന് വെല്ലുവിളിച്ച് നിൽക്കാനല്ല, അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനങ്ങളോടുള്ള സമീപനം എന്തായിരുന്നു? അതല്ല ഞങ്ങളെടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ബോധ്യമുണ്ടായിട്ടും അദ്ദേഹം അതിനകത്ത് യോഗ്യനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇത്തരം വിമർശനം വന്നപ്പോൾ രാജിവെക്കാൻ തീരുമാനിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.